ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്തളം കൊട്ടാരം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്ന് കൊട്ടാരം നിർവാഹക സംഘം. കൊട്ടാരത്തിലെ ഒരംഗം ചില ദൃശ്യ സാമൂഹിക മാധ്യമങ്ങളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകൾക്ക് കൊട്ടാരവുമായി ബന്ധമില്ലെന്നും പന്തളം കൊട്ടാരം അറിയിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുപരിപാടിയിൽ കൊട്ടാരം പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയിൽ നിലപാട് വിശദീകരണം. തിരുവനന്തപുരം മണ്ഡലത്തിൽ PNP എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കേരളവർമ്മ രാജ പന്തളം കൊട്ടാരത്തിലെ ഒരംഗമാണെങ്കിലും കൊട്ടാരം ആഹ്വാനം ചെയ്ത നാമജപ യജ്ഞങ്ങളിലോ ആചാര സംരക്ഷണത്തിനായുള്ള തുടർ പ്രവർത്തനങ്ങളുമായോ സഹകരിച്ചിട്ടില്ല. കൊട്ടാരത്തിലെ പൊതുവായ കാര്യങ്ങൾ വലിയ തമ്പുരാന്റെ അനുമതിയോടെ നടപ്പാക്കി വരുന്നത് കൊട്ടാരം നിർവാഹക സംഘമാണ്. തികച്ചും സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിക്കീഴിൽ നിൽക്കാതെ വിശ്വാസി സമൂഹത്തോടൊപ്പം വിശ്വാസ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചു വരികയാണ് കൊട്ടാരം. കേരളവർമ്മ രാജയുടെ സ്ഥാനാർത്ഥിത്വം കൊട്ടാരത്തിന്റെയോ വലിയ തമ്പുരാന്റെയോ അറിവോടെയോ അംഗീകാരത്തോടെയോ അല്ല. അയ്യപ്പ ഭക്തരെ ദ്രോഹിച്ച സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളായി പ്രവർത്തിക്കുക വഴി ആചാര സംരക്ഷണ പ്രവർത്തനങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനത്തെ വിശ്വാസി സമൂഹം ശക്തിയായി എതിർക്കണമെന്ന് നിർവാഹക സംഘം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. വിശ്വാസികളുടെ വോട്ട് ഭിന്നിപ്പിക്കാനാണ് PNP തിരുവനന്തപുരത്ത് മത്സരത്തിൽ നിറയുന്നതെന്ന സംശയമാണ് പന്തളം കൊട്ടാരം ഉയർത്തുന്നത്. ഇതിന് പിന്നിൽ ഇടതുപക്ഷമാണെന്ന സംശയവും ഇതോടെ ഉയരുകയാണ്. ആചാരവിശ്വാസ സംരക്ഷണത്തിനായി ബുദ്ധിമുട്ടുകൾ സഹിച്ച് പ്രവർത്തിച്ചവരെയും നേതാക്കന്മാരെയും വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നാണ് കൊട്ടാരത്തിന്റെ അഭ്യർത്ഥനയെന്നും പ്രസിഡന്റ് PG ശശികുമാര വർമ്മ, സെക്രട്ടറി നാരായണ വർമ്മ എന്നിവർ പറഞ്ഞു. മോദിയുടെ പരിപാടിയിലെത്തിയ കൊട്ടാരം പ്രതിനിധികൾ പ്രകടിപ്പിക്കുന്നത് BJPയോടുള്ള അനുഭാവമാണ് ാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് കുമ്മനത്തിനും പത്തനംതിട്ടയിൽ K സുരേന്ദ്രനും പിന്നിൽ കൊട്ടാരം അണിനിരക്കുമെന്നാണ് BJPയുടെയും പ്രതീക്ഷ. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജ് കൊട്ടാരത്തിലെത്തി വോട്ട് പിടിച്ചിട്ടും രാജകുടുംബത്തിന്റെ മനസ്സിന് ഇളക്കം തട്ടിയിരുന്നില്ല. പത്തനംതിട്ടയിൽ K സുരേന്ദ്രനാണ് പിന്തുണയെന്ന് പരോക്ഷമായി പ്രഖ്യാപിക്കുന്ന പ്രസ്താവനയാണ് രാജകുടുംബം അതിനുശേഷം പുറപ്പെടുവിച്ചത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല മണ്ഡലകാലം ഓർമ്മയുണ്ടാവണമെന്ന് വോട്ടർമാരോട് പന്തളം കൊട്ടാരം അഭ്യർത്ഥിക്കുന്നു. ആചാര സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവരെ തല്ലിയും ജയിലിലടച്ചും കള്ളക്കേസുകളിൽ കുടുക്കിയും അതിക്രമങ്ങൾ കാട്ടിയവർ വിജയിച്ചു വരാൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് കൊട്ടാരത്തിനുള്ളതെന്ന് നിർവാഹക സംഘം സെക്രട്ടറി PN നാരായണ വർമ്മ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ആചാര സംരക്ഷണത്തിനായി പ്രവർത്തിച്ചവരെ വിജയിപ്പിക്കണം. ഭക്തന്മാരെയും പന്തളം കൊട്ടാരത്തെയും തന്ത്രിമാരെയും സഭ്യേതര ഭാഷയിലൂടെ അവഹേളിച്ച നേതാക്കന്മാരുടെയും ഭക്തലക്ഷങ്ങളെ ദുരിതത്തിലാക്കിയ സംസ്ഥാന സർക്കാരിന്റെയും പ്രവർത്തികൾ കൊട്ടാരത്തിന്റെയും ഭക്തന്മാരുടെയും മനസ്സിലേൽപ്പിച്ച ആഘാതം കുറച്ചൊന്നുമല്ല എന്നും പന്തളം രാജകൊട്ടാരം ഓർമ്മിപ്പിക്കുന്നു. പന്തളം കൊട്ടാരവും NSSും ചേർന്നാണ് ശബരിമല വിഷയത്തിൽ നിലപാടെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പന്തളം കൊട്ടാരത്തിന്റെ ഓരോ രാഷ്ട്രീയ പ്രസ്താവനയും വിമർശനവും NSSന്റേത് കൂടിയായി വിലയിരുത്തപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.